നമസ്കാരം. ഇന്ത്യൻ ടി20 ടീമിലെ ഓപ്പണിംഗ് സ്ഥാനം തിരിച്ചുപിടിച്ച ശേഷം മലയാളി സൂപ്പർ താരമായ സഞ്ജു സാംസൺ ആദ്യ പരമ്പരയിൽ കളിക്കാൻ തയ്യാറെടുക്കുകയാണ്. പക്ഷേ ഇതാകട്ടെ ദേശീയ ടീമിനായല്ല, പകരം കേരളത്തിന് വേണ്ടിയാണെന്ന് മാത്രം. ഇന്ന് ബുധനാഴ്ച ആരംഭിക്കുന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ ത്രിപുരയുമായുള്ള മത്സരത്തിലാണ് സഞ്ജു ഇന്ന് കളിക്കുക. ദേശീയ ടീമിനോടൊപ്പം ഈ വർഷം ഇനി മത്സരങ്ങളില്ലാത്തത് കാരണം തന്നെ അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തിരികെ പോയി എന്ന് വേണം നമ്മൾ കരുതാൻ. അടുത്ത മാസം 21 മുതൽ ന്യൂസിലൻഡുമായുള്ള ടി20 പരമ്പരയിൽ മാത്രമേ സഞ്ജു ഇനി തിരിച്ചെത്തുകയുള്ളൂ. അതിനുശേഷം ടി20 ലോകകപ്പിലാണ് അദ്ദേഹം കളിക്കുക എന്ന് കൂടി അറിയുന്നുണ്ട്. കിവികൾക്കെതിരായ പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സഞ്ജു ഇപ്പോൾ വിജയ് ഹസാരയിൽ കളിക്കുന്നത്. അതിനിടെ ഇപ്പോൾ അദ്ദേഹം തനിച്ച് ബാറ്റിംഗ് പരിശീലനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി വരികയാണ് എന്ന് പറയാം. ഇതിനൊരു കാരണം കൂടി ഉണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ. ഇത് എന്താണെന്ന് കൂടി എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടുമായി നാട്ടിൽ നടന്ന 5 ടി20കളുടെ പരമ്പരയിലാണ് സഞ്ജു സാംസണിന്റെ വലിയൊരു വീക്ക്നെസ് തുറന്നു കാണിക്കപ്പെടുന്നത്. ശരീരത്തിന് നേരെ വരുന്ന ഷോർട്ട് ബോളുകൾക്കെതിരെ പതറുന്ന സഞ്ജുവിനെ ഈ പരമ്പരയിൽ എല്ലാവരും കണ്ടു. ദീർഘകാലമായി IPL കളിച്ചുകൊണ്ടിരുന്നിട്ടും തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആരും അത് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അതാണ് സത്യം. ഇപ്പോൾ അതെല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷ് സ്റ്റാർ പേസർ ജോഫ്ര ആർച്ചറാണ് സഞ്ജുവിന്റെ ഈ ദൗർബല്യം ശരിക്കും ചൂഷണം ചെയ്തത്. പിന്നീട് ഇത് മനസ്സിലാക്കിയ മറ്റ് ഇംഗ്ലീഷ് പേസർമാരും അദ്ദേഹത്തിന് ഇതേ കെണിയൊരുക്കി എന്ന് പറയാം. പരമ്പരയിലെ മുഴുവൻ മത്സരങ്ങളിലും സഞ്ജു ഒരേ രീതിയിൽ പുറത്തായി എന്നതാണ് കൗതുകകരമായ ഒരു കാര്യം. പുൾഷോട്ട് കളിച്ച് തുടർച്ചയായി അദ്ദേഹം ഫീൽഡർമാർക്ക് ക്യാച്ച് നൽകി പുറത്താവുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. എന്നാൽ ഇനി ടി20 ലോകകപ്പിൽ ഇങ്ങനെ ഒരു വീക്ക്നെസ്സും ഉണ്ടെന്ന് ആരും പന്തെറിയേണ്ട എന്ന മുന്നറിയിപ്പാണ് സഞ്ജു ഏറ്റവും പുതിയ വീഡിയോയിലൂടെ തന്നെ എല്ലാവർക്കും വേണ്ടി നൽകിയിരിക്കുന്നത്. കാരണം ഷോർട്ട് ബോളുകൾക്ക് പ്രാധാന്യം നൽകിയുള്ള ബാറ്റിംഗ് പരിശീലനം തന്നെയാണ് അദ്ദേഹം നടത്തിയത് എന്ന് പറയുന്നു. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഷോർട്ട് ബോളുകൾക്കെതിരെ വളരെ അധികം അനായാസന പുൾ ഷോട്ടുകൾ കളിക്കുന്ന സഞ്ജുവിനെ വീഡിയോയിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നു എന്നത് ഒരു സന്തോഷം തന്നെയാണ്. ഓഫ് സൈഡിലേക്കും ലെഗ് സൈഡിലേക്കും വിക്കറ്റിന് പിറകിലുമെല്ലാം തന്നെ വളരെ കൂളായി അദ്ദേഹം ഷോർട്ട് ബോളുകൾ വഴി തിരിച്ചു വിടുകയായിരുന്നു എന്ന് പറയാം. ബോളുകൾ ചിതറിപ്പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അതിലൂടെ തന്നെ നമുക്കൊരു സൂചനയാണ് തരുന്നത്. ടി20 ലോകകപ്പിന് മുമ്പ് ആർച്ചർ അടക്കമുള്ള എതിർ ടീം പേസർമാർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് പരിശീലന വീഡിയോയിൽ സഞ്ജു ഇപ്പോൾ നൽകിയിരിക്കുന്നതെന്ന് പറയാം. ടി20 ലോകകപ്പിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പർ സ്ഥാനവും ഓപ്പണർ സ്ഥാനവും എല്ലാം സഞ്ജു സാംസന്റെ കൈപ്പടിയിലാണ് എന്ന് പറയണം. അതുകൊണ്ട് തന്നെ സഞ്ജു അത് എത്ര മികച്ചതാക്കുമെന്നാണ് എല്ലാവരും നോക്കിക്കാണുന്ന ഒരു കാര്യം.